വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. ജനവാസ മേഖലയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് തെരച്ചിൽ നടക്കുന്നത്. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വേണു, ഇന്ന് ജനകീയ തിരച്ചിലിൻ്റെ ദിവസമാണ്. ജനകീയ തിരച്ചിൽ 11:30 വരെ നീളും. നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും ദുരന്തം ആദ്യമുണ്ടായ സ്ഥലത്തേക്കാണ്. നമ്മുടെ ക്യാമറാമാൻ ഒന്ന് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. ഇത് പുഞ്ചിരിമറ്റത്തിനും മുകളിലുള്ള പ്രദേശമാണ്. ജനവാസ മേഖലയിൽ നിന്നും 2.5 കിലോമീറ്റർ മുകളിലേക്കാണ്. ഈ പ്രദേശത്ത് ഏറ്റവും മുകളിലേക്ക് ക്യാമറ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നിടത്താണ്, ഏറ്റവും മുകളിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. ഈ പ്രദേശത്ത് ഇന്ന് ജനകീയ തെരച്ചിൽ നടത്തിയത് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ SOG കമാൻഡോസും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ജനകീയ തെരച്ചിൽ ഒരുപക്ഷെ ഏറ്റവും ഹൈ റിസ്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പുഞ്ചിരിമറ്റത്തിൻ്റെ മലയുടെ മുകളിലുള്ള ഈ പ്രഭവ കേന്ദ്രത്തിലാണ്. ഈ പ്രദേശത്ത് എന്തായിരുന്നു ഇന്ന് തെരച്ചിലിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത്? അല്ല, ഇവിടെ ആക്ച്വലി ആൾതാമസം ഇല്ല. ആൾതാമസം ഇവിടെ നിന്ന് താഴെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ താഴെയാണ് ഫസ്റ്റ് ഇൻഹാബിറ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇതിനെ നേരത്തെ ഇവിടെ അതിൻ്റെ മുകളിൽ ആദിവാസികളായിരുന്നു, അവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഭാഗത്ത് ഏതെങ്കിലും ആദിവാസികൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാനായിട്ടാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം വരെ ഓൾമോസ്റ്റ് നമ്മളതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ പോയിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ, ലേഡി ഓഫീസറുണ്ട്, ഇവരുടെ ഹെൽപ്പോടുകൂടി ഇപ്പോൾ ഈ ഫോറസ്റ്റ് വഴി അകത്തൂടെ ട്രക്ക് ചെയ്ത് മോളിൽ കയറി പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് ഏതാണ്ട് അങ്ങറ്റം വരെ പോയത്. അതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏരിയയും വിട്ടിട്ടില്ല. അപ്പം ഒരുപക്ഷെ ഇതുവരെ ഒരു സെർച്ച് ടീമും എത്താത്ത, ആർമിയോ അല്ലെങ്കിൽ പോലീസോ ഒരു സെർച്ച് ടീമും എത്താത്ത ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് ഫോറസ്റ്റുകാരുടെ ഹെൽപ്പോടുകൂടി ഇന്ന് ട്രക്ക് ചെയ്ത് അവിടെ പോയത്. കഴിഞ്ഞ ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുത്ത് ട്രക്ക് ചെയ്ത് പോകാനായിട്ട് ആ പരിസരത്തുള്ള വെള്ളച്ചാട്ടം അതിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഞങ്ങൾ നോക്കിയത് ബേസിക്കലി ആദിവാസികളുമായി ബന്ധപ്പെട്ട അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ തിരിച്ച് ഞങ്ങൾ ട്രക്ക് ചെയ്ത് വരികയാണ്. താങ്ക് യു സാർ. വേണു, ഏറ്റവും ദുർഘടമായ, ഏറ്റവും പ്രശ്നബാധിതമായ പ്രദേശത്താണ് ഇന്ന് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. അപകടകരമായ മേഖലയാണ്. അതായത് ജനവാസ മേഖലയിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മുകളിലേക്കാണ് ADGPയുടെ നേതൃത്വത്തിൽ പോയത്. നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമുക്ക് ഒന്നുകൂടി ആ മലയുടെ ഈ പ്രഭവ കേന്ദ്രം, അതായത് ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഒന്നുകൂടി നമ്മുടെ ക്യാമറ ചലിപ്പിക്കുകയാണ്. ഇവിടെയാണ്. ഇതുവരെ ഒരാളും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. റെസ്ക്യൂ ടീമോ ഒന്നും എത്തിയില്ല. ആദ്യമായി ADGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. ഒരുപക്ഷെ ആദ്യമായി ഈ പ്രദേശത്ത് എത്തുന്ന മാധ്യമവും 24 ആണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ നമുക്ക് ഈ വേളയിൽ പറയാൻ സാധിക്കും. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും മുകളിലേക്കുള്ള അവിടെ ആദിവാസികൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ ദുരന്ത മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അപകടകരമായ ടെറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വേണു, ശരി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ എത്തുന്ന ദൃശ്യങ്ങളാണ്. ആ ഭാഗത്താണ് 4 മൃതദേഹങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭാഗത്തേക്കുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന് ഒരു ശരീരഭാഗമാണ് എന്നുമാണ് അറിയുന്നത്. ഈ മൃതദേഹങ്ങളെല്ലാം ഛിന്നഭിന്നമായ നിലയിലാണെന്ന് അറിയുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് എന്നറിയുന്നു. വനം വകുപ്പും പോലീസും NDRFും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇന്ന് ഈ സൂചിപ്പാറ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഈ സൂചിപ്പാറയും അതുപോലെ തന്നെ കാന്തൻപാറയും ഒക്കെ ചേരുന്ന ഭാഗത്ത് ആണ് ഈ 4 മൃതദേഹങ്ങൾ തിരച്ചിലിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഈ സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തേക്കുള്ള ഈ പറയുന്ന ഹെലികോപ്റ്റർ എത്തിച്ചുള്ള എയർലിഫ്റ്റിംഗ്, അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഇപ്പോൾ ഹെലികോപ്റ്റർ നമ്മൾ നിൽക്കുന്ന ഈ പുഞ്ചിരിമട്ടത്ത് വലം വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചധികം സമയങ്ങളായിട്ട് ഈ മേഖലയിൽ വലം വെക്കുന്നുണ്ടായിരുന്നു. അല്പസമയം മുൻപ് ഇപ്പോൾ നമ്മുടെ കാണാമറയത്ത് നിന്നും അത് പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മിനിറ്റുകളിൽ അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന തരത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ ഡോഗ് സ്ക്വാഡ് പലയിടങ്ങളിലായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്റർ വീണ്ടും വരുന്നുണ്ട്. എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഫ്രെയിമിലേക്ക് ഹെലികോപ്റ്ററിന്റെ ഏത് ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ എത്തുന്നു എന്നാണ് ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമട്ട ഭാഗത്താണ്.
ഹെലികോപ്റ്ററിന്റെ സാന്നിധ്യം ഉള്ളത്. കാരണം അത് പക്ഷേ വലം വെക്കുകയാണ്, വിവിധ ഭാഗങ്ങളായിട്ട് വലം വെക്കുകയാണ്. ഒരു പക്ഷേ അനുയോജ്യമായിട്ട് ഒരിടത്ത് ഈ എയർലിഫ്റ്റ് ചെയ്യാനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരിടത്ത് അതൊരു പക്ഷേ ലാൻഡ് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇതുപോലെ തന്നെ ഹെലികോപ്റ്റർ എത്തുകയും ഒരു സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങളൊന്നും അന്ന് ആ ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായില്ല. പിന്നീടാണ് നാം അറിയുന്നത് ഈ സൂചിപ്പാറയിൽ തന്നെ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിച്ചെടുത്തുകൊണ്ട് വരിക, തിരികെ എത്തുക, അതിനുള്ള മാർഗമാണ് ആദ്യം പരിശോധിച്ചത് എന്ന്. സമാനമായൊരു നീക്കമായിരിക്കാം ഒരുപക്ഷെ നടത്തുന്നത്. കാന്തൻപാറ സൂചിപ്പാറ ഭാഗത്താണ് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ശരീരാവശിഷ്ടവും കണ്ടെത്തിയെന്നാണ് നേരത്തെ സുർജിത്ത് പറയുന്നത് ഈ 4 മൃതദേഹങ്ങൾക്ക് പുറമെ. അപ്പോൾ അവിടേക്ക് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ എത്തുക, അവിടെ നിന്നത് ആ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുക എന്ന നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. അതിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്.